ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ എന്ന് പറഞ്ഞൊരു ഹൊറർ ചിത്രം ഞാൻ കണ്ടു. ഇതിപ്പോൾ 2023 തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഇപ്പോഴാണ് അത് സ്ട്രീമിങ്ങിലേക്ക് വരുന്നത്. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, AI യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. ആൻഡ് ഈ പടം ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി യൂണീക്ക് ഹൊറർ ചിത്രങ്ങളാണ്. ഇത്രയും യൂണീക്കായിട്ടുള്ള ഈ ഒരു പടം ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. അത്രയും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള, നമുക്ക് വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത, ഒരു റെഫറൻസും ഇല്ലാത്ത വളരെ യൂണീക്കായിട്ടുള്ളൊരു പടം. ഇപ്പോൾ ഫിലിം മേക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി കാണാത്ത സിനിമകളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ കൂടുതലായിട്ടും A24 സിനിമകളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു A24 സിനിമയാണ് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു പടമാണ്. ഇത് A24 മൂവി അല്ല ഇത്. പക്ഷേ ദിസ് ഫിലിം ഈസ് സംതിങ് സ്പെഷ്യൽ. ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ മൂവി പോലെയാണ് എടുത്തിട്ടുള്ളത്. ഒരു ലേറ്റ് നൈറ്റ് TV ഷോ, ഇപ്പോൾ 70s നടക്കുന്ന ലേറ്റ് നൈറ്റ് ഷോസ് ഉണ്ട്, നമുക്ക് ഓൾറെഡി അറിയാം. കുറേ ഇപ്പോഴും നടക്കുന്നുണ്ട് അങ്ങനത്തെ. 70s എന്നല്ല, അന്ന് മുതലേ ഉള്ളതാണ്. സോ അങ്ങനത്തെ ഒരു TV ഷോയിൽ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഹോസ്റ്റ് ഒരു എപ്പിസോഡിൽ, അവരുടെ വളരെയധികം ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് ഒരു എപ്പിസോഡിൽ പൊസസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ ഒരു എപ്പിസോഡിൽ ഇരുത്തുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ആൻഡ് ആ ഒരു എപ്പിസോഡിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? ഒരു മണിക്കൂറോ അത്ര തന്നെയുള്ള ഒരു പടം. ആ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പക്ക എപ്പിസോഡ് കണ്ട ഫീൽ ആയിരിക്കും നമുക്ക് തരിക. ആൻഡ് ഇതൊരു ഡോക്യുമെൻ്ററി പോലെ എടുക്കേണ്ട സാധനത്തിനെ ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് ലെവലിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റേ മാറി, ലെവലേ മാറി. എന്തൊക്കെ നടക്കണമെന്ന് നമുക്ക് നമ്മൾ ഞെട്ടിപ്പോകും. ഇവരതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള വിധമാണ് എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായത്. ഒരു രക്ഷയില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്. എവിടെ നിന്ന് ഇതിനെ റെഫറൻസ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല. ഈ ഒരു പടം ഇതുപോലെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പടം. എനിക്ക് നോർമലി ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് പടങ്ങൾ പറ്റുകയില്ല. ഞാനിപ്പോൾ ഈ ബ്ലെയർ വിച്ച് പ്രൊജക്റ്റോ അല്ലെങ്കിൽ പനോരമൽ ആക്ടിവിറ്റി അങ്ങനത്തെ പടങ്ങളൊന്നും ഞാൻ അധികം എടുത്ത് കാണാറായില്ല. ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് ഒന്ന് കാണുമ്പോൾ തന്നെ ഞാൻ നിർത്തും. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ആ സാധനം, എനിക്കിഷ്ടമല്ല. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതൊരു TV ക്യാമറാസിൻ്റെ ഉള്ളിലൂടെയാണ്, ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവിലൂടെയാണ് പോകുന്നത്. സോ ഒരു സ്റ്റുഡിയോ സെറ്റിനകത്തുള്ള ക്യാമറാസിൻ്റെ പ്ലേസ്മെൻറ്റ്, ആ ഒരു ക്യാമറാസിലൂടെ നമുക്കൊരു ഫൗണ്ട് ഫുട്ടേജ് പോലെ കാണിച്ചു വരുമ്പോൾ അതിൻ്റെ ലെവൽ തന്നെ മാറുന്നുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ ഒരു 70s വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളൂ. അവരുടെ കോസ്റ്റ്യൂമും ബാക്കിയുള്ള അങ്ങനത്തെ എല്ലാ വൈബ് കൊണ്ടും ഒരു പക്ക 70s ഒരു എപ്പിസോഡ് കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് അത് ഈ സിനിമയുടെ ലെവലിനെ കുറച്ചും കൂടി ഉയർത്തുന്ന രീതിയിലാണ്. സോ ഞാനിത് ഒരു ഹൊററാണ്, നല്ല പടമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ ക്ലീഷേഡ് ഹൊറർ മൂവി അല്ല അത്. ഇതിൽ ജംപ് സ്കെയർസ് ഇല്ല, ഇതിൽ പ്രേതമില്ല. ദിസ് ഈസ് സംതിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്, എൻറ്റയർലി സ്പെഷ്യൽ. സോ ഞാൻ സ്ഥിരം പറയാറുള്ള ഡയലോഗ് തന്നെ, സ്ഥിരം കാണുന്ന പടങ്ങൾ കണ്ടുമടുത്തവരാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം അറിഞ്ഞ ഒരു ഹൊറർ ചിത്രം കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് കണ്ടുനോക്കുക. ദിസ് വിൽ ബി വൺ ഓഫ് ആൻ എക്സ്പീരിയൻസ്. ഒരു 1.5 മണിക്കൂറുള്ളൂ. കിഡിലും പടമാണ്, കിഡിലിന് എഫക്റ്റാണ് സിനിമ തരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സോ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. സിനിമ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. സോ ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.